ആന്ധ്രാപ്രദേശ് ONGC പ്ലാന്റിലെ തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തമുണ്ടായി 2 ദിവസത്തെ ശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. മനേഷ്, വാതക ചോർച്ച, അതോടൊപ്പം തന്നെ ഈ ക്രൂഡ് ഓയിലിന്റെ ചോർച്ച, ഇത് തീ അണയ്ക്കുന്നതിന് വലിയ പ്രതിബന്ധമായി നിന്നിരുന്നു. ഇപ്പോൾ തീ ഏതാണ്ട് പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകളെയൊക്കെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഇന്നലെ തന്നെ മാറ്റിയിരുന്നല്ലോ. എന്താണ് നിലവിലെ സ്ഥിതി? GK, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഏകദേശം 90% തീ അണച്ചു അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കി എന്നതാണ് ONGC തന്നെ പറയുന്നത്. 90%. അങ്ങനെ അവർ ഏകദേശം പൂർണ്ണമായ ഒരു അർത്ഥത്തിലേക്ക് ലീക്കും ഈ വാതക ചോർച്ചയും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ചോർച്ചയും പൂർണ്ണമായ അർത്ഥത്തിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും 90%വും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് അവിടെ ഉണ്ടാവുന്നത്. ഒരു വലിയ തോതിലുള്ള അപകടം അവിടെ നടക്കുന്നത്. ഡ്രില്ലിംഗ് യൂണിറ്റ് ആണ്, ONGCയുടെ ഡ്രില്ലിംഗ് യൂണിറ്റ് ആണ്. പൈപ്പിൽ ഡ്രില്ല് ചെയ്യുന്നതിനിടെയാണ് സ്പാർക്ക് ഉണ്ടാവുകയും അവിടെ തീ പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഏകദേശം ഈ 2 ദിവസത്തോളം നീണ്ട ഒരു പരിശ്രമം അവിടെ ONGCയിലെ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ശരി, അവരുടെ ഈ മറ്റ് ഏജൻസികളാണെങ്കിലും അഗ്നിരക്ഷാ സേനയും പോലീസും ഒക്കെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുന്നത്. 90%ത്തോളം നിയന്ത്രണ വിധേയമായി എന്നതാണ് ONGC പറയുന്നത്. മാത്രമല്ല, ഇന്നലെ രാത്രി മുംബൈയിൽ നിന്നെത്തിയ ONGCയുടെ എഞ്ചിനീയേഴ്സുമായി കളക്ടർ കൂടിക്കാഴ്ച നടത്തുകയും അവരിൽ നിന്നും വിവരശേഖരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 90% എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. മാത്രമല്ല, ഏകദേശം 4 വില്ലേജുകളിൽ നിന്നായി 600ഓളം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അവരോടെല്ലാം തിരികെ വീടുകളിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.